തന്നെയാണ്. അതായത് ഞാൻ ദിലീപിന്റെ പക്ഷം പിടിച്ച ഒരു ബിക്കോസ് ഹി വാസ് എ VIP ഒരു സിനിമാ താരമായതുകൊണ്ടാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദങ്ങൾ വന്നു. സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അപവാദം വന്നു. അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് എന്നൊക്കെ ഒരുപാട് പൈസ വാങ്ങിച്ചു. ഒരു വാട്സാപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്ന് പോലീസ് ലീക്ക് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയമായി എന്ന് അപ്പം ഞാനത് പറയണോ വേണ്ടയോ, കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അത് ഈ നവവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി 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 കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായി. കുറേ നാളും 4 വർഷം മുമ്പ് ഇപ്പം തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുമല്ല. എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു. അയാൾ വന്ന് വേറെ കുറെ കഥകൾ പറഞ്ഞു, കുറെ കേസും കൂടെ ആയി, പിന്നെ വേറെ ഒരു കേസായി, പിന്നെ അങ്ങനെ നീണ്ടു 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 പോകുന്നതിനൊരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിഷ്ണുവിന് ഓർമ്മയുണ്ടോ, അതിനുശേഷം പറഞ്ഞു ശ്രീലേഖയെ ചോദ്യം ചെയ്യും, ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ കേസിൽ പ്രതിയാവും, കോടതി ശ്രീലേഖയെ വിളിക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ടത്. ആരെന്ത് ചെയ്തു? ഒറ്റ മനുഷ്യൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞ 100% സത്യമാണ്. അതെ, കാരണം മാം അതിൽ പറയുന്ന ഓരോ പോയിന്റിലും മാം ശാസ്ത്രീയമായിട്ടുള്ള കുറെ ബാക്കിംഗ് കൂടി പറയുന്നുണ്ട്. 2 കത്തുകളിലെ കൈയക്ഷരം മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ടവർ ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് ദിലീപ് അവിടെ ഉണ്ടായിരുന്നത്, അന്ന് മറ്റു കുറെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു, ആ ഹോട്ടലിന്റെ ലൊക്കേഷൻ. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഷ്യമല്ല ശരിക്കും. അത് കുറച്ചാളുകളെങ്കിലും അത് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് ശരിക്കും വേറൊരു സൈഡിൽ നിന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്കിങ്ങോട് കൂടിയിട്ടാണ് എപ്പിസോഡ് പോകുന്നത്. അത് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ ഒരു ആംഗിളിൽ ചിന്തിച്ചില്ല എന്നതുകൂടി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് 75ാമത്തെ എപ്പിസോഡ്. താങ്ക് യു.